ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വസ്തുതകൾ വളച്ചൊടിച്ച് നിരവധി വ്യാജ പ്രചാരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലതുപക്ഷ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പിന്റെ ഭാഗമായി മാധ്യമങ്ങളിൽ പ്രചരിച്ച വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുടെ സത്യാവസ്ഥ എന്താണ്? അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പറയാം. ദേവസ്വം ഓഡിറ്റ് റിപ്പോർട്ടിലോ സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലോ ഇല്ലാത്ത ഒരു കാര്യമാണ് മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ തുക ചെലവഴിച്ചു എന്നത്. ചില മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ വൻ തുക ചെലവഴിച്ചു എന്ന രീതിയിലാണ് പ്രചാരണങ്ങൾ നടന്നത്. ഗസ്റ്റ് ഹൌസ് നവീകരണവുമായി ബന്ധപ്പെട്ട് പരിപാടി കഴിഞ്ഞതിന് ശേഷം അംഗീകരിക്കാവുന്ന ചെലവുകൾ സംബന്ധിച്ച് 2025 നവംബർ 4 ദേവസ്വം കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിക്കാനായി ഒരു എസ്റ്റിമേറ്റ് തുക സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകിയിരുന്നു. അതിലെ പാർട്ട് കെ എന്ന തലക്കെട്ടിൽ ഫർണിച്ചർ ആൻഡ് മിസേലിയനസ് ഐറ്റംസ് ഫോർ എക്സിസ്റ്റിംഗ് ഓഫീസ് കോംപ്ലക്സ് ആൻഡ് ഗസ്റ്റ് ഹൌസ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനായി 3,83,439 രൂപ വകയിരുത്തിയതാണ്. ദേവസ്വം ബോർഡിന്റെ ഗസ്റ്റ് ഹൌസിലേക്ക് വാങ്ങുന്ന ഏതൊരു സാധനവും ദേവസ്വത്തിന്റെ സ്വത്താണ്. അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചാണ് മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ 1 ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന വാർത്ത ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. കേന്ദ്രമന്ത്രിമാരും ഉന്നത നീതിപീഠങ്ങളിലെ ന്യായാധിപന്മാരും ഉൾപ്പെടെ എത്തുന്ന പമ്പയിലെ ഗസ്റ്റ് ഹൌസ് നവീകരണത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളെ മുഖ്യമന്ത്രിക്കായി പ്രത്യേകം കട്ടിൽ വാങ്ങിയെന്ന തരത്തിൽ ദുഷ്പ്രചാരണം നടത്തുകയാണ് ഉണ്ടായത്. നന്ദഗോവിന്ദം ഭജൻ സംഘത്തെ ഭജന അവതരിപ്പിക്കാനായി സമീപിച്ചെങ്കിലും ആ ദിവസം മറ്റു പരിപാടികൾ ഉണ്ടായതിനാൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് അവർ അറിയിച്ചു. തുടർന്ന് പ്രശസ്ത സംഗീതജ്ഞനായ ഇഷാൻ ദേവിനെ സമീപിക്കുകയാണ് ഉണ്ടായത്. സംഘത്തിന്റെ 5 ദിവസത്തെ താമസം, ഭക്ഷണം, റിഹേഴ്സൽ തുടങ്ങി എല്ലാ ചെലവുകളും ഉൾപ്പെടുത്തി 8 ലക്ഷം രൂപയാണ് ചെലവായത്. നന്ദഗോവിന്ദം ഭജൻ സംഘത്തിന് തുക നൽകിയതായി ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് പിശകാണ്. അങ്ങനെ തുക നൽകിയിരുന്നുവെങ്കിൽ വൗച്ചർ അല്ലെങ്കിൽ ബാങ്ക് ഇടപാട് രേഖകൾ ഉണ്ടായിരിക്കേണ്ടതാണ്. തുക പോയത് ഇഷാൻ ദേവിന്റെ അക്കൗണ്ടിലേക്കാണ്. ഇവന്റ് മാനേജ്മെന്റ് ഏജൻസി ദേവസ്വം ബോർഡിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റിന് സമർപ്പിച്ച സ്റ്റേറ്റ്മെന്റിൽ അശ്രദ്ധയായി ഉണ്ടാക്കിയ പിശകാണ് നന്ദഗോവിന്ദം ഭജൻസ് പരിപാടി അവതരിപ്പിച്ചു എന്ന രീതിയിലുള്ള തെറ്റിദ്ധാരണ പ്രചരിക്കാൻ ഇടയായ കാരണം. കിഫ്ബി എംപാനൽ അംഗീകാരമുള്ള തൊഴിൽ വകുപ്പിന് കീഴിലുള്ള കേരള അക്കാദമി ഫോർ സ്കിൽസ് ഡെവലപ്മെന്റിന്റെ സെന്റർ ഫോർ എക്സലൻസ് ആയ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനെയാണ് ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഇവന്റ് മാനേജ്മെന്റ് ഏജൻസിയായി നിയമിച്ചത്. സ്പോൺസർഷിപ്പ് തുക ലഭിക്കുന്നതിൽ വൈകി വരുന്നത് പരിപാടിയുടെ നടത്തിപ്പിനെ ബാധിക്കാതിരിക്കാൻ 2025-2026 ബഡ്ജറ്റിലെ എക്സ്പെൻഡിച്ചർ ഹെഡ് 2G സപ്ലൈസ് ആൻഡ് കോണ്ടിജൻസീസ് എന്ന ശീർഷകത്തിലെ ഉപശീർഷകമായ 21 റിലീജിയസ് കൺവെൻഷൻ ആൻഡ് ഡിസ്കോഷർ എന്ന തലക്കെട്ടിൽ വകയിരുത്തിയിരുന്ന 5 കോടി രൂപ ആഗോള അയ്യപ്പ സംഗമത്തിനായി ധനലക്ഷ്മി ബാങ്കിൽ ആരംഭിച്ച പ്രത്യേക സേവിംഗ്സ് അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചു. ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജികളുടെ അടിസ്ഥാനത്തിൽ സംഗമവുമായി ബന്ധപ്പെട്ട കണക്കുകൾ ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് വിഭാഗം പരിശോധിച്ച് സ്പെഷ്യൽ കമ്മീഷണർ മുമ്പാകെ സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇവന്റ് മാനേജ്മെന്റ് ഏജൻസി സമർപ്പിച്ച എസ്റ്റിമേറ്റുകൾ, ഇൻവോയ്സുകൾ, ബില്ലുകൾ, കരാർ രേഖകൾ എന്നിവയുടെ പകർപ്പുകൾ ദേവസ്വം ബോർഡിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റായ മെസേഴ്സ് വിജയൻ ആൻഡ് അസോസിയേറ്റ്സിന് ഓഡിറ്റിനായി കൈമാറി. IIICC സമർപ്പിച്ച ബില്ലുകളും ദേവസ്വം ബോർഡിന്റെ നേരിട്ടുള്ള ചെലവുകളും ഉൾപ്പെടുത്തി ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കി സ്പെഷ്യൽ കമ്മീഷണർ മുമ്പാകെ സമർപ്പിക്കുകയായിരുന്നു. ബോർഡ് യോഗം പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വന്നതിനാൽ നന്ദഗോവിന്ദം ഭജൻ സംബന്ധിച്ച തെറ്റുകൾ പോലുള്ള ചില പൊരുത്തക്കേടുകൾ റിപ്പോർട്ടിൽ ഉണ്ടായിട്ടുണ്ട്. സംഗമം അവസാനിച്ച ദിവസം കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം നൽകിയതായി കണക്കാക്കി അനധികൃതമായി തുക എഴുതിയെടുത്തുവെന്ന ആരോപണമാണ് മറ്റൊന്ന്. ഇതും സത്യവിരുദ്ധമായ പ്രചരണമാണ്. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി എന്നിങ്ങനെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് ഭക്ഷണം നൽകിയതോടൊപ്പം അന്നദാന പ്രിയനായ അയ്യപ്പന്റെ നാമത്തിൽ നടക്കുന്ന സംഗമമായതിനാൽ ഭക്ഷണത്തിൽ യാതൊരു വിവേചനവും ഉണ്ടാകരുതെന്ന നിലപാടാണ് ദേവസ്വം ബോർഡ് സ്വീകരിച്ചത്. ശബരിമല ദർശനത്തിനെത്തിയ അയ്യപ്പ ഭക്തർ, ദിവസവേതന തൊഴിലാളികൾ, ഡോളി തൊഴിലാളികൾ തുടങ്ങി പമ്പയിലെ ഭക്ഷണശാലയിലെത്തിയ എല്ലാവർക്കും ഭക്ഷണം നൽകി. കണക്കാക്കിയിരുന്ന സംഖ്യയുടെ ഇരട്ടിയിലധികം ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്തിട്ടുണ്ട്. കോടതി നിശ്ചയിച്ച സമയപരിധി പാലിക്കേണ്ടതിനാലാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ റിപ്പോർട്ട് കൂടുതൽ വിശദ പരിശോധനയ്ക്ക് മുമ്പ് സമർപ്പിക്കേണ്ടി വന്നത്. റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയ ന്യൂനതകൾ പരിഹരിച്ച്
ബില്ലുകളുടെ ആധികാരികതയും സുതാര്യതയും ഉറപ്പാക്കിയ ശേഷമേ തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ എന്നും ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. ഈ മാസം 17-ന് ചേരുന്ന ബോർഡ് യോഗത്തിൽ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. അയ്യപ്പ സംഗമം ധൂർത്തോ അനാവശ്യ പരിപാടിയോ ആയിരുന്നില്ല. കാലത്തിന്റെ ആവശ്യമായ മഹത്തായ ഒരു സംരംഭമായിരുന്നു അത്. ശബരിമലയുടെ യശസ്സും മഹത്വവും ലോകമെമ്പാടും എത്തിക്കാനുള്ള ശ്രമത്തെ തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കരിവാരി തേക്കരുതെന്നും ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ ആവശ്യപ്പെടുന്നുണ്ട്.